നമ്മുടെയൊക്കെ ഇഷ്ടവിഭവമായ പൊട്ടാറ്റോ ചിപ്സ് ശരിക്കും ജനിച്ചത് ഒരു വലിയ കലിപ്പിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഒരു കസ്റ്റമറുടെ അഹങ്കാരവും ഒരു ഷെഫിന്റെ വാശിയും കൂടിച്ചേർന്നപ്പോൾ സംഭവിച്ച രസകരമായ ഒരു ചരിത്രമാണ് നമ്മൾ ഇന്ന് ഈ എക്സ്പ്ലെയിനറിലൂടെ നോക്കാൻ പോകുന്നത്. വെറുമൊരു ദേഷ്യത്തിൽ നിന്ന് എങ്ങനെ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു രുചിക്കൂട്ടുണ്ടായി എന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത തവണ നിങ്ങൾ പൊട്ടറ്റോ ചിപ്സ് കടിച്ചു തിന്നുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ക്രിസ്പിയായ ശബ്ദമൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. കാരണം ആ കേൾക്കുന്നത് വെറുമൊരു ശബ്ദമല്ല, 1853 ഒരടുക്കളയിൽ നടന്ന വലിയൊരു കലിപ്പിന്റെയും വാശിയുടെയും ഒക്കെ നേരിട്ടുള്ളൊരു പ്രതിധ്വനിയാണത്. ശരിക്കും പറഞ്ഞാൽ ഓരോ പൊട്ടറ്റോ ചിപ്സിനു പിന്നിലും നല്ല ഒന്നാന്തരം ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ട്. കഥ തുടങ്ങുന്നത് 1853 അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള മൂൺസ് ലേക്ക് ഹൗസ് എന്ന പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റിൽ നിന്നാണ്. അവിടെ ജോർജ് ക്രം എന്നു പേരുള്ള വളരെ പ്രഗത്ഭനായ ഒരു ഷെഫുണ്ടായിരുന്നു. പുള്ളിക്ക് തന്നെ പാചകത്തിൽ വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു. അന്നവിടെ അദ്ദേഹം വിളമ്പിയിരുന്ന കട്ടികൂടിയ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ വേണ്ടി മാത്രം ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ആളുകൾ വരുമായിരുന്നു. പക്ഷെ ആ അടുക്കളയിലെ സമാധാനം ഒരു ദിവസം പെട്ടെന്നങ്ങ് തകർന്നു. അവിടെ എത്തിയ അല്പം അഹങ്കാരിയായ ഒരു കസ്റ്റമർ തനിക്ക് കൊടുത്ത ഫ്രഞ്ച് ഫ്രൈസ് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് തിരികെ അയച്ചു. ഇതിന് ഭയങ്കര കട്ടിയാണ്, ഒട്ടും ക്രിസ്പിയല്ല എന്നായിരുന്നു അയാളുടെ പരാതി. ഇത്രയും ഫേമസായ ഒരു ഷെഫിന്റെ മുഖത്തേറ്റ വലിയൊരു അടിയായിരുന്നു ആ വാക്കുകൾ. സാധാരണഗതിയിൽ കസ്റ്റമറെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തണമല്ലോ എന്ന് കരുതി ഷെഫ് ക്രം തന്റെ ദേഷ്യം മുഴുവൻ ഉള്ളിലൊതുക്കി. പുള്ളി വീണ്ടും ആ ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി കനം കുറച്ച് വറുത്തു നൽകി. പക്ഷെ എന്ത് കാര്യം, ആ കസ്റ്റമർ വീണ്ടും അത് തിരിച്ചയച്ചു. ഇപ്പോഴും കട്ടി കൂടുതലാണത്രേ. ഷെഫ് വീണ്ടും ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. എന്നാൽ മൂന്നാമത്തെ തവണയും ആ വിഭവം തിരികെ വന്നതോടെ ഷെഫ് ക്രമ്മിന്റെ കൺട്രോൾ ശരിക്കും പോയി. തുടരെയുള്ള ഈ പരാതികളും ആ കസ്റ്റമറുടെ ധിക്കാലവും കണ്ടപ്പോൾ ഷെഫിന് സഹിക്കാൻ പറ്റിയില്ല. കസ്റ്റമറെ തൃപ്തിപ്പെടുത്തുക എന്ന ചിന്തയൊക്കെ അദ്ദേഹം തന്നെ ഉപേക്ഷിച്ചു. പകരം ആ അഹങ്കാരിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കണം, തക്കതായൊരു 8ന്റെ പണി തന്നെ കൊടുക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതെ, അവിടെ ഒരു ഒന്നാന്തരം പ്രതികാരത്തിന് പ്ലാൻ തയ്യാറാവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രതികാരത്തിന്റെ റെസിപ്പി എന്തായിരുന്നുവെന്ന് കേൾക്കണോ? തന്റെ കയ്യിലുള്ള ഏറ്റവും മൂർച്ചയുള്ള കത്തിയെടുത്ത് ഒരു ഫോർക്ക് കൊണ്ട് കുത്താൻ ശ്രമിച്ചാൽ പൊടിഞ്ഞു പോകുന്നത്രയും കലം കുറഞ്ഞ രീതിയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു പേപ്പർ പോലെ അദ്ദേഹം ആ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തു. എന്നിട്ടതിനെ തിളച്ച എണ്ണയിലിട്ട് കരിഞ്ഞു പോകുന്നതിന് തൊട്ടു മുൻപ് വരെ നിർദ്ദയം വറുത്തു. പോരാത്തതിന് അത് തീരെ കഴിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്താനായി ഒരു മല പോലെ ഉപ്പും വാരി വിതറി. മനസ്സിൽ വലിയൊരു പ്രതികാരദാഹത്തോടെയും പുച്ഛത്തോടെയുമാണ് ക്രം ഇത് ചെയ്തത്. ഇനി ഇതെങ്കിലും അയാൾക്ക് ഇഷ്ടപ്പെടുമോന്ന് നോക്കാം എന്ന കടുത്ത വാശിയോടെ തീരെ കഴിക്കാൻ കൊള്ളാത്ത ആ സാധനം അദ്ദേഹം ഡൈനിങ് ടേബിളിലേക്ക് കൊടുത്തുവിട്ടു. എന്നിട്ടോ ആ കസ്റ്റമർ ഇത് കഴിച്ച് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്നതും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും കാണാനായി അടുക്കളയുടെ വാതിലിനു പിന്നിൽ ആകാംക്ഷയോടെ ഒളിച്ചുനിന്നു. എന്നാല് അവിടെ സംഭവിച്ചത് ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു. ആ ക്രിസ്പിയായ ഉപ്പുപുരണ്ട കനം കുറഞ്ഞ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ വായിലിട്ടുടനെ ആ കസ്റ്റമറുടെ കണ്ണുകൾ വിടർന്നു. ദേഷ്യപ്പെടുന്നതിനു പകരം ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് അദ്ദേഹം അതിയായ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. പ്രതികാരത്തിനായി ഉണ്ടാക്കിയ ആ വിഭവം പുള്ളിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒളിച്ചുനിന്ന ഷെഫ് ഇത് കണ്ട് ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. ആ പ്രതികാരം ഷെഫിന് തന്നെ തിരിച്ചടിച്ചത് ഏറ്റവും കിടിലൻ ഒരു രീതിയിലായിരുന്നു. ആ കസ്റ്റമറുടെ സന്തോഷവും ആ ചിപ്സ് കടിച്ചുമ്പോഴുള്ള ശബ്ദവും ഡൈനിങ് റൂമിലെ മറ്റുള്ളവരുടെയും ശ്രദ്ധ പെട്ടെന്ന് തന്നെ ആകർഷിച്ചു. പിന്നെ നോക്കുമ്പോ അവിടെയുള്ള എല്ലാവർക്കും ആ പുതിയ വിഭവം വേണമെന്നായി. ഷെഫ് ക്രമ്മിന് ആ വിഭവം വീണ്ടും ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെ ആ ചെറിയ വാശിയിൽ നിന്നും സരഡാഗോ ചിപ്സ് എന്ന പേരിൽ ആ ചരിത്ര കണ്ടുപിടുത്തം അവിടെ ഔദ്യോഗികമായി പിറവിയെടുത്തു. 1853 ആ അടുക്കളയിലെ വാശി പിന്നീട് വലിയൊരു ട്രെൻഡായി മാറുകയായിരുന്നു. കാലം കടന്നുപോയപ്പോൾ ജോർജ് ക്രം സ്വന്തമായി പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങുകയും അവിടെ വരുന്ന ഓരോരുത്തർക്കും മേശയിൽ ഈ പ്രതികാര ചിപ്സ് നിറച്ച കൊട്ടകൾ വെച്ചുകൊടുക്കാനും തുടങ്ങി. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഹെർമൻ ലേ എന്ന ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി ഈ ക്രിസ്പിയായ അബദ്ധത്തിന്റെ വലിയ സാധ്യതകൾ മനസ്സിലാക്കി. അദ്ദേഹം അവ പാക്കറ്റുകളിലാക്കി ലോകമെമ്പാടും വിതരണം ചെയ്യാൻ തുടങ്ങി. അതാണ് ഇന്നത്തെ ലേസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ചെറിയൊരു സംഭവമാണ് ഇത്ര വലിയൊരു മാറ്റമുണ്ടാക്കിയത്. വെറുമൊരു ദേഷ്യത്തിൽ നിന്ന് തുടങ്ങിയ ആ പരീക്ഷണം ഇന്ന് ശതകോടികൾ വിലമതിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്നാക്സ് ഇൻഡസ്ട്രിയായി വളർന്നിരിക്കുന്നു. ഇന്നും
ലോകം മുഴുവൻ സൂപ്പർമാർക്കറ്റുകളിലെ വമ്പൻ ഷെൽഫുകളില് പൊട്ടാറ്റോ ചിപ്സിന്റെ ഈ വലിയ സാമ്രാജ്യം നമുക്ക് കാണാൻ കഴിയും. അതെ, ഇതെല്ലാം തുടങ്ങിയത് ആ ഒരു മനുഷ്യന്റെ വാശിയിൽ നിന്നാണെന്ന് ഓർക്കുമ്പോഴാണ് ശരിക്കും രസകരം. അതുകൊണ്ട് ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും കഠിനമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അലോസരപ്പെടുത്തുന്ന കസ്റ്റമർമാരുടെ പരാതികളായിരിക്കാം പുതിയൊരു സാമ്രാജ്യം പടുത്തുയർത്താനുള്ള ഏറ്റവും മികച്ച ആശയമായി മാറുന്നത്. ആ ചെറിയ അലോസരങ്ങളായിരിക്കാം ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുക. അത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന വളരെ ഗൗരവമുള്ളൊരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് നിങ്ങളെ ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അധികം അലോസരപ്പെടുത്തുന്ന ആ കാര്യത്തിൽ ശതകോടികൾ വിലമതിക്കുന്ന ഏതു വലിയ ആശയമായിരിക്കും ചിലപ്പോൾ ഒളിഞ്ഞിരിപ്പുണ്ടാവുക. ഒന്ന് ശാന്തമായി ചിന്തിച്ചാൽ ഒരുപക്ഷേ നിങ്ങളുടെ അടുത്ത വലിയ മാറ്റവും വിജയവും അവിടെ നിന്നാകാം തുടങ്ങുന്നത്. അപ്പോൾ ചിന്തിക്കുക, കണ്ടെത്തുക.